ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 57 പ്രലംബാസുരവധം ശ്ലോകം 5. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും ഇതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കം അപി ത്വത് ബലഭീരും ദൈത്യം ത്വത് ബലഗതം അന്വം അന്യഥാ ഭഗവൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭഗവൻ അല്ലയോ ഭഗവൻ. ഗോപാൻ ഗോപന്മാരെ വിഭജ്യ വേർതിരിച്ചു. ബലഭദ്രകം ബലഭദ്രൻ എന്ന നായകനോടും ഭവത്കം ഭഗവാനാകുന്ന നായകനോടും കൂടിയ സംഘം സമൂഹത്തെ തന്വൻ രൂപപ്പെടുത്തുന്നവനായ ത്വം അങ്ങ് ത്വദ്ബലഭീരും അങ്ങയുടെ ബലത്തെ ഭയപ്പെടുന്ന ദൈത്യം പ്രലംബാസുരനെ ത്വദ്ബലഗതം അങ്ങയുടെ കൂട്ടത്തിൽ ചേർന്നവനാകാൻ അന്വമന്യഥ അനുവദിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗോപാൻ വിഭജ്യ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തന്വൻ ന്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സംഘം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബലഭദ്രകം ബല എന്നുള്ളതിന് ഒട്ടും ബലം വേണ്ട. ഭദ്രകം എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭവത് കമപി ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ത്വത് ബലഭീരും ഇവിടെ അതേപോലെ ബല എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ത്വത് ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭീരും എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ദൈത്യം ത്വത് ബലഗത ഇവിടെ അതേപോലെ ത്വത് ബല ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ത്വത് ബലഗത മന്വമന്യഥ ന്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. അന്യഥ എന്നുള്ളതിൻ്റെ ന്യ നവളത് മറ്റു തരത്തിലുള്ളൊരു ചിഹ്നം. ന്വാന്നും ന്യാന്നും അവള ചിഹ്നങ്ങൾ വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭഗവൻ ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. അങ്ങനെ നിർത്താം. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. അടുത്തത് 6ാമത്തെ ശ്ലോകം. കൽപ്പിത വിജേതൃവഹനേ സമരേ പരയൂഥകം സ്വദയിതതരം ശ്രീദാമാനമഥത്ഥാ പരാജിതോ ഭക്തദാസദാം പ്രഥയൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. കൽപ്പിത വിജേതൃ വഹനേ സമരേ പരയൂഥകം സ്വദയിതതരം ശ്രീദാമാനം അഥത്ഥാ പരാജിതോ ഭക്തദാസദാം പ്രഥയൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കൽപ്പിത വിജേതൃവഹനെ വിജേതാവിനെ വഹിക്കണമെന്ന് തീരുമാനിച്ചു. സമരേ ദ്വന്ദ്വയുദ്ധത്തിൽ പരാജിത തോറ്റവനായ ത്വം അങ്ങ് ഭക്തദാസതാം ഭക്തന്മാരുടെ ദാസനെന്നുള്ള അവസ്ഥയെ പ്രഥയൻ പ്രകാശിപ്പിക്കുന്നവനായി പരയൂഥകം എതിർ സംഘത്തിൽപ്പെട്ടവനും സ്വദയിതതരം തനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടവനുമായ ശ്രീദാമാനം ശ്രീദാമ എന്ന ഗോപനെ അഥത്ഥ വഹിച്ചു. നമുക്കതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കൽപ്പിത വിജേതൃവഹനെ വിജേതൃ തൃ എന്ന് അത് ശ്രദ്ധിച്ചോളൂ അക്ഷരം. സമരേ പരയൂഥകം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്വദയിതതരം ശ്രീദാമാനം അഥത്ഥാ ശ്രീദാമാനം അഥത്ഥാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളതും
നീട്ടിയിട്ട് വിസർഗം പറയണം. പരാജിതോ ഭക്തദാസതാം. ഭക്ത ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് കാ ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. പ്രഥയൻ ഥ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. അങ്ങനെ നിർത്താം. കൽപ്പിത വിജേതൃവഹനേ സമരേ പരയൂഥകം സ്വദയിതതരം ശ്രീദാമാനമഥത്ഥാ പരാജിതോ ഭക്തദാസതാം പ്രഥയൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.